പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി പുതുതായി നിർമ്മിച്ച വ്യാളി രൂപങ്ങളുടെയും ഗജമുഷ്ടികളുടെയും നിർമ്മാണം പൂർത്തിയായി. പൂർണ്ണമായും തേക്കുമരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. എട്ട് വ്യാളി രൂപങ്ങളുടെ 8 ഗജമുഷ്ടികളും നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ ദുർഗാ ഭഗവതിയുടെയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും കോവിലിന് മുകളിൽ 8 മുഖപ്പുകളും അലങ്കാരങ്ങളോടും കൂടി നിർമ്മിച്ചിട്ടുണ്ട്. ദാരുശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം, ശബരിമല ക്ഷേത്രം, മൂകാംബിക ക്ഷേത്രം, തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണനാചാര്യയുടെയും പാറുക്കുട്ടിയുടെയും മകനാണ്. ശ്രീകോവിലിന്റെ മുകളിൽ ദുർഗാ ക്ഷേത്രത്തിന്റെയും കൃഷ്ണക്ഷേത്രത്തിന്റെയും ശ്രീകോവിലിന്റെ മുകളിൽ വ്യാളി രൂപങ്ങൾ, ഗജമുഷ്ടികൾ, അതുപോലെ മുഖപ്പുകൾ, 8 മുഖപ്പുകൾ, അതിലെല്ലാം അലങ്കാരങ്ങൾ കൂടിയിട്ടുള്ള ശില്പങ്ങൾ, ചിത്രപ്പണികളാണ് ചെയ്തിട്ടുള്ളത്. എത്രയായി ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്? ശരിക്കും പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് തുടങ്ങിയിട്ടുണ്ട് അച്ഛനായിട്ട്. അച്ഛൻ ഗുരുവായൂർ ക്ഷേത്രം അഗ്നിബാധയ്ക്ക് ശേഷമുള്ള പുനർനിർമ്മാണത്തിൻ്റെ മുഖ്യ ശില്പിയായിരുന്നു. കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൻ്റെ മുഖ്യ ശില്പിയാണ്. അവർക്ക് അതിന് 79 എമ്പിൽ പ്രസിഡന്റിൽ നിന്ന് അവാർഡ് കിട്ടിയിട്ടുണ്ട്. പാരമ്പര്യമായിട്ട് ഞങ്ങൾ ഈ ദാരുശില്പങ്ങൾ ചെയ്യുന്ന കുടുംബമാണ്. 2011-12 കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ ഫെലോഷിപ്പ് ലഭിച്ചിട്ടുണ്ട്. 2021 ദാരുശില്പകലകൾക്ക് കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായർ പുതിയ തലമുറയുടെ പെരുന്തച്ചൻ എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിർമ്മാണ പ്രവർത്തനത്തിൽ നവീൻ, വിനോദ് മാരായമംഗലം, പ്രസാദ്, ആശാമോൻ, സന്തോഷ്, കേശവൻ, ദിവേക്, ബാലൻ, അനിയൻ പരമേശ്വരൻ, അഖിൽ എന്നിവർ സഹായികളായി. ഈ പ്രവൃത്തി വഴിപാടായി സമർപ്പിക്കുന്നത് തൃക്കാവ് ഈശ്വർ നിവാസിൽ AR ബാലകൃഷ്ണസ്വാമിയാണ്. NCV ന്യൂസ് പൊന്നാനി. പുതുമയണിഞ്ഞ് എടപ്പാൾ, കാലത്തിനൊത്ത മാറ്റവുമായി എടപ്പാളിൽ വിവാഹ വെഡിംഗ് മാൾ, ക്രിസൻ പ്ലാസ ബിൽഡിംഗ്, കുറ്റിപ്പുറം റോഡ്, എടപ്പാൾ.